ഹായ് സുഹൃത്തുക്കളെ, ഞാൻ മുനീർ. ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പുതിയ വീഡിയോവുമായി വന്നിരിക്കുന്നത് എൻ്റെ ഈ ബാക്കിൽ കാണുന്ന CNG ഓട്ടോറിക്ഷ 2018 ആപ്പെ ആദ്യമായി എറണാകുളത്ത് ഇറക്കിയ CNG ഓട്ടോറിക്ഷയാണ്. ഈ ഓട്ടോയെ കുറിച്ച് എറണാകുളത്തുകാരായ സുഹൃത്തുക്കൾക്കെല്ലാം അറിയാവുന്നതാണ്, അതായത് ഓട്ടോ സുഹൃത്തുക്കൾക്ക്. മറ്റു ജില്ലക്കാരായ ഓട്ടോ സുഹൃത്തുക്കൾക്ക് ഇതിൻ്റെ കാര്യങ്ങളോ ഡീറ്റെയിൽസോ ഒന്നും പൂർണ്ണമായിട്ട് അറിയാൻ പാടില്ല. അപ്പോൾ അവരുടെ അറിവിലേക്കായിട്ടുള്ള ഒരു വീഡിയോവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കൂടാതെ മറ്റു ജില്ലക്കാരായ ഓട്ടോറിക്ഷ സുഹൃത്തുക്കൾ ഈ ഓട്ടോറിക്ഷകൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അടങ്ങിയ വീഡിയോയാണ് ഞാൻ നിങ്ങളിൽ എത്തിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഉപകാരപ്രദമെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആപ്പെ 2018 ആദ്യമായി എറണാകുളത്ത് ഇറക്കിയ CNG ഓട്ടോ. മറ്റു ജില്ലക്കാരായ ഓട്ടോ സുഹൃത്തുക്കൾക്ക് ഈ ഓട്ടോയെ പറ്റി കൂടുതൽ അറിയില്ല. അവരുടെ അറിവിലേക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഗ്രീവ്സിന്റെ ഡീസൽ എഞ്ചിനിൽ സിലിണ്ടറിലും പിസ്റ്റണിലും ചില മാറ്റങ്ങൾ വരുത്തി പെട്രോൾ എഞ്ചിനിലാക്കിയിട്ടാണ് CNG നൽകിയിരിക്കുന്നത്. അതിനാൽ സൗണ്ടും വൈബ്രേഷനും മറ്റു CNG ഓട്ടോകളെ അപേക്ഷിച്ച് കൂടുതലായിരുന്നു. ആപ്പയുടെ ഈ CNG ഓട്ടോകൾ കുറച്ചു മാത്രമേ എറണാകുളത്ത് ഇറങ്ങിയിട്ടുള്ളൂ. CNG എഞ്ചിൻ കൂടുതൽ ചൂട് പുറപ്പെടുവിക്കുന്നതിനാൽ ഇതിന്റെ ഹെഡിനും വാൽവിനും പണി വന്നിരുന്നു. എന്നാൽ ഇപ്പോഴും ഈ ഓട്ടോകൾ ഇവിടെ യാതൊരു കുഴപ്പവുമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഈ ഓട്ടോ ഓടിയ കിലോമീറ്റർ ഏകദേശം 70,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഈ ഓട്ടോയ്ക്ക് എഞ്ചിനിൽ വന്നിരിക്കുന്ന മെയിൻ പണി ഹെഡും വാൽവും സീറ്റിംഗ് ചെയ്തു എന്നുള്ളതാണ്. എറണാകുളം ജില്ലയിൽ ഈ CNG ഓട്ടോ ഇറങ്ങിയത് കൊണ്ട് തന്നെ ഇതിന്റെ പണി അറിയാവുന്ന പണിക്കാരും സ്പെയർ പാർട്സ് കുറച്ച് ഷോർട്ടാണെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും. സിലിണ്ടർ ഗ്യാസ് വാണിംഗ് മീറ്റർ അഥവാ ECU. ഇതിന്റെ ബോഡി സ്പെയറുകളെല്ലാം ഡീസൽ ഓട്ടോയുടേത് ഉപയോഗിക്കാം. CNG കിറ്റുകളുടെ ചില ഭാഗങ്ങളും എഞ്ചിന്റെ ചില സ്പെയർ പാർട്സുകളുമാണ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ട്. എഞ്ചിന്റെ ഭാഗങ്ങളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എഞ്ചിൻ ഭാഗങ്ങൾ കണ്ടാൽ പെട്ടെന്ന് ഡീസൽ എഞ്ചിൻ തന്നെയാണെന്ന് തോന്നുകയുള്ളൂ. കണ്ടോ, ഇതിന്റെ സിലിണ്ടറിനും പിസ്റ്റണും ചില മാറ്റങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഗിയർ ബോക്സ് സെയിം ഡീസൽ ഓട്ടോയുടെ ഗിയർ ബോക്സ് ആണ്. പിന്നെ സ്റ്റാർട്ടർ ആയാലും ഡീസൽ ഓട്ടോയുടെ പോലെ തന്നെ കണ്ടോ, സെയിം ഡീസൽ ഓട്ടോയുടെ സ്റ്റാർട്ടർ. ഡീസൽ പമ്പിന് പകരം കാർബറേറ്ററും സ്പാർക്ക് പ്ലഗുമാണ് CNG എഞ്ചിനിൽ നൽകിയിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തനി ഡീസൽ എഞ്ചിനാണെന്ന് തോന്നുകയുള്ളൂ. കണ്ടോ, സെയിം ഡീസൽ എഞ്ചിൻ. ഈ ബോക്സിനകത്താണ് CD യൂണിറ്റ് വരുന്നത്. എഞ്ചിൻ റൂം കഴുകാൻ നേരത്ത് ഈ ബോക്സ് പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് പൊതിഞ്ഞ് വച്ചതിന് ശേഷം എഞ്ചിൻ റൂം കഴുകുക, അല്ലെങ്കിൽ വെള്ളം അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവാൻ വളരെ ബുദ്ധിമുട്ടായി. പിന്നെ പെട്രോളിൽ സ്റ്റാർട്ട് ചെയ്തെടുക്കേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ ഗ്രീവ്സിന്റെ ഡീസൽ എഞ്ചിൻ CNG എഞ്ചിനാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതിന്റെ എഞ്ചിൻ CC വരുന്നത് 395 cc ആണ്. 30 മുതൽ 35 വരെ മൈലേജും ലഭിക്കും. ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഇതിന്റെ എഞ്ചിൻ ഭാഗങ്ങളുടെയും പിന്നെ CNG കിറ്റുകളുടെയും വർക്കുകൾ അറിയാവുന്ന പണിക്കാർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇതിപ്പോഴും എറണാകുളത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എഞ്ചിൻ ഭാഗത്തിന്റെ അടിയിലേക്ക് വന്നാലും ആക്സിലൊക്കെ നമ്മുടെ ഡീസൽ വണ്ടിയുടെ ആക്സിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, റബ്ബർ കട്ടയും ആക്സിലൊക്കെ ആയിട്ട്. ഈ കാണുന്നതാണ് CNG LPR കിറ്റ്. ഇതിന്റെ ട്യൂണിങ് കറക്റ്റ് ആയില്ലെങ്കിൽ എഞ്ചിനിൽ മിസ്സിങ് കാണിക്കും. ഇതിൻ്റെ അകത്ത് 2 ഫിൽറ്ററുകൾ വരും. അത് നമുക്ക് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. 2018 ശേഷം എയർ കൂൾഡ് CNG എഞ്ചിനിലെ ഹീറ്റ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി എഞ്ചിനിൽ ചില മാറ്റങ്ങൾ വരുത്തി റേഡിയേറ്റർ നൽകി വാട്ടർ കൂൾഡ് എഞ്ചിനാക്കി ഇറക്കി. ഈ രീതിയിൽ കുറച്ച് ഓട്ടോകൾ ഇറങ്ങിയെങ്കിലും അതും പരാജയപ്പെട്ടു. പരാജയത്തിൻ്റെ മെയിൻ കാരണം മഴയത്ത് ഓടുമ്പോൾ വണ്ടി നിന്നു പോകും എന്നുള്ളതാണ്. അതിന് സർവീസ് സെൻ്ററുകൾ താൽക്കാലിക പരിഹാരം നൽകിയെങ്കിലും അതും വിജയിച്ചില്ല. അങ്ങനെ ഈ 2 വണ്ടിയും 18ഉം 19ഉം കാലഘട്ടങ്ങളിൽ ഈ എഞ്ചിൻ വെച്ചുള്ള ഓട്ടോകൾ ആപ്പെ CNG നിർത്തലാക്കി. ഇനിയാണ് പ്രധാന പോയിന്റ് വരുന്നത്.
ഈ ഓട്ടോകൾ മറ്റു ജില്ലകളിലേക്ക് വാങ്ങിച്ചു കൊണ്ടുപോകുന്നവർക്ക് അതിൻ്റെ ചില എഞ്ചിനിൽ വരുന്ന സ്പെയർ പാർട്സുകൾ കിട്ടാൻ വളരെ വിഷമമായിരിക്കും. അതിന് എറണാകുളത്തു തന്നെ വരേണ്ടി വരും. കൂടാതെ ഈ CNG ഓട്ടോകളുടെ CNG കിറ്റുകളുടെയും ട്യൂണിങ്ങുകളുടെയും വർക്കുകൾ അറിയാവുന്ന മെക്കാനിക്കുകൾ അതാത് ജില്ലകളിൽ ഉണ്ടാകുവാൻ വളരെ സാധ്യത കുറവാണ്. ആയതുകൊണ്ട് ഈ CNG ഓട്ടോകൾ എടുക്കുന്ന മറ്റു ജില്ലക്കാർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളിൽ എത്തിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ഓരോരുത്തരുടെയും ലൈക്കുകൾ ഞാൻ ഈ വീഡിയോയ്ക്ക് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ആപ്പെ ഇറക്കുന്ന ഏറ്റവും പുതിയ മോഡൽ 300cc പിയാജിയോയുടെ എഞ്ചിൻ വെച്ചിട്ടുള്ള വീഡിയോ ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. ഞാൻ ഈ കാണിച്ചത് 2018 എയർ കൂൾഡ് എഞ്ചിൻ ആപ്പെ CNG ആദ്യമായിട്ട് ഇറക്കിയതാണ്. അതിനുശേഷം 2019 ഒരു വാട്ടർ കൂൾഡ് എഞ്ചിൻ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇനി ഒരു അവസരത്തിൽ നിങ്ങളിൽ എത്തിക്കുന്നതാണ്. അപ്പോൾ ഈ രണ്ട് ഓട്ടോറിക്ഷകളും 2018 2019 ആപ്പെ എറണാകുളത്ത് മാത്രം ഇറക്കിയിട്ടുള്ളൂ. അപ്പോൾ എഞ്ചിൻ്റെ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ട് അത് നിർത്തലാക്കി. അതുകൊണ്ടായിരിക്കണം 2018 2019 ആപ്പയുടെ CNG ഈ നിർത്തിയ മോഡലുകൾക്ക് വളരെ വില കുറവിൽ കിട്ടുന്നതാണ്. അപ്പോൾ അത് എടുത്തുകൊണ്ട് പോയ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ പുതുതായി ഇറങ്ങുന്ന ആപ്പയുടെ CNG ഓട്ടോറിക്ഷകൾക്ക് 2018 2019 എഞ്ചിനുകൾ പൂർണ്ണമായി എടുത്തു മാറ്റി ഇറ്റാലിയൻ നിർമ്മിതിയിൽ അവതരിക്കുന്ന പിയാജിയോയുടെ 300cc എഞ്ചിൻ വെച്ചിട്ടാണ് ഇറക്കുന്നത്. അത് അടിപൊളി എഞ്ചിനാണ്. അതിനെപ്പറ്റി യാതൊരു ആശങ്കയും വേണ്ട. നല്ല അടിപൊളി നല്ല പെർഫോമൻസും കാര്യങ്ങളും അടങ്ങിയ എഞ്ചിനാണ് ഇപ്പോൾ അവർ കൊടുത്തിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ്. മുനീർ ഓട്ടോക്കാരൻ.